എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണ് സാധനം എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. പാഷൻ ഫ്രൂട്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇതുപോലെ ഡയറക്റ്റ് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജ്യൂസ് ആക്കുന്നതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് കഴിക്കുന്നതിനും ഗുണമുണ്ടാവും എന്താണെന്നൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ഈസി ആയിട്ട് ജ്യൂസ് ആക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 8 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുകുരു പോലെയുള്ള പൾപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇങ്ങനെ നമുക്ക് എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അപ്പോൾ 8 പാഷൻ ഫ്രൂട്ടിൻ്റെയും പൾപ്പ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി പിന്നെ നോക്കിയിട്ട് ആഡ് ചെയ്യാം. ചില പാഷൻ ഫ്രൂട്ടിന് നല്ല പുളിപ്പുണ്ടാവും, അപ്പം കുറച്ചധികം പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ കയ്യിലുള്ള പാഷൻ ഫ്രൂട്ടിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള വെള്ളം ഒഴിച്ച് നേർപ്പിച്ചെടുത്താൽ മതി. അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് നല്ലോണം അരഞ്ഞു കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് അരഞ്ഞാൽ മതി. അപ്പോൾ നല്ലോണം അരയുകയാണെങ്കിൽ ഈ കുരുവെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ട് ചെറിയ ചെറിയ തരിയായി പോവും. അങ്ങനെ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ 8 പാഷൻ ഫ്രൂട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതിൽ നിന്നും ഇത്രയും ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ. ഇതിൽ നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. മധുരം വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നോക്കുക, കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അത്രയും ജ്യൂസിൽ നിന്ന് വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് ജ്യൂസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മധുരം കുറവായിരുന്നു, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കസ്കസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ സെർവ് ചെയ്താൽ മതി. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് കസ്കസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി പാഷൻ ഫ്രൂട്ട് ജ്യൂസ് റെഡിയാണ്. ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരമൊക്കെ കറക്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് പൊതുവേ പുളിപ്പ് കുറച്ച് ഇഷ്ടമാണ്, അതുകൊണ്ട് ഇതിൻ്റെ പുളിപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മധുരമൊക്കെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.